ചേലക്കരയിൽ നിന്ന് കെ അഖിലും വയനാട് നിന്ന് അനീസ് അലിയും ചേരുന്നു. ആദ്യം കെ അഖിലിലേക്ക്. അഖിൽ, യു ആർ പ്രദീപ് ജയിച്ചിരിക്കുന്നത് 12,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. പക്ഷേ നമുക്കറിയാം 2021-ൽ 39,500 പരം വോട്ട് അദ്ദേഹത്തിന് ഭൂരിപക്ഷമുണ്ടായിരുന്നു. മികച്ച വിജയമാണ് പ്രദീപ് നേടിയതെങ്കിലും ഈ ഭൂരിപക്ഷത്തിലെ കുറവ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ തിളക്കം കുറയ്ക്കുന്നുണ്ടോ? നൗഫൽ, തീർച്ചയായും. അതായത് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നു കെ രാധാകൃഷ്ണൻ അല്ല പ്രദീപ് എന്നൊരു തരത്തിൽ ചർച്ചകൾ. പക്ഷേ ഈ ഒരു വിജയം എന്ന് പറയുന്നത്, ഈ 12,000-ന് മുകളിലുള്ള വോട്ടിന്റെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായും തിളക്കമാർന്ന വിജയം തന്നെയാണ് ചേലക്കരയെ സംബന്ധിച്ചോളം. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ വളരെ ഒരു കടുത്ത മത്സരം ചേലക്കരയിൽ പറഞ്ഞിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടം പറഞ്ഞു. പക്ഷേ ഈ വോട്ടെടുപ്പ് തുടങ്ങിയത് മുതൽ തന്നെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമല്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു എന്നുള്ളതാണ്. 2016-ൽ പ്രദീപ് വിജയിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ പ്രദീപ് വിജയിച്ചതെന്ന് കൂടി ഓർക്കണം. ഒപ്പം കഴിഞ്ഞ തവണത്തേക്കാൾ 5% പോളിംഗ് ശതമാനത്തിൽ 5% കുറവുണ്ടാവുകയും ചെയ്തു. ഒപ്പം ഇതേ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരുന്ന തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള ഭൂരിപക്ഷത്തിന് ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിൽ യു ആർ പ്രദീപ് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 9 പഞ്ചായത്തുകളും യു ആർ പ്രദീപിനാണ് ലീഡ് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ പഞ്ചായത്തുകളിൽ പോലും യു ആർ പ്രദീപ് ബഹുദൂരം മുൻപിലേക്ക് പോയി. കോൺഗ്രസും ബി ജെ പിയും ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ടോസിലൂടെ കോൺഗ്രസ് ഭരണം കൈയാളുന്ന തിരുവില്ലാമലയിൽ പോലും കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് അവിടെ ഒന്നാമത് പ്രദീപ് എത്തുന്നു, രണ്ടാമത് കെ ബാലകൃഷ്ണൻ എത്തുന്നു, മൂന്നാമതാണ് അവിടെ കോൺഗ്രസ് സ്ഥാനത്തെത്തുന്നു. അത്തരത്തിൽ ഒരു സർവ്വാധിപത്യം എല്ലാ മേഖലയിലും പ്രദീപിനെ എത്തിക്കാനായി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അധികാരം മത്സരിച്ചപ്പോൾ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തുകളിൽ കോൺഗ്രസ് ലീഡർ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസിന് ലീഡിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ തന്നെ വലിയ കണക്കുകളാണ്. അപ്പോൾ ഈ 12,201 എന്ന് പറയുന്ന ഒരു ഭൂരിപക്ഷം വളരെ മികച്ചൊരു ഭൂരിപക്ഷമാണ് ചേലക്കരയെ സംബന്ധിച്ചോളം. മികച്ചൊരു മത്സരം നടന്നു. അതായത് മറ്റ് മണ്ഡലങ്ങൾ അപേക്ഷിച്ച് രാഷ്ട്രീയമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ചേലക്കരയായിരുന്നു. ആ രാഷ്ട്രീയമായ ഒരു മത്സരം നടന്നപ്പോൾ അവിടെ നേടിയ ഈ ഭൂരിപക്ഷം എന്ന തിളക്കമാർന്ന ഭൂരിപക്ഷം തന്നെയാണ്. LDFനെ സംബന്ധിച്ചോളം അത് വലിയ ഒരു, അവർ പറഞ്ഞ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച വോട്ടിനടുത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. 10,000-നും 15,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അവർ ആദ്യഘട്ടം മുതൽ തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നമുക്കായിരുന്നു അതിലൊരു സംശയം ഉണ്ടായിരുന്നത്. CPM-ന് അതിലൊരു സംശയം ഉണ്ടായിരുന്നില്ല. ആ ഭൂരിപക്ഷത്തിലേക്ക് യു ആർ പ്രദീപ് എത്തിയിരിക്കുന്നു. അതായത് യു ആർ പ്രദീപ് നമ്മളോടൊപ്പം കണ്ടപ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ 2016 നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതായത് കെ രാധാകൃഷ്ണനോട് അടുത്തേക്ക് എത്താനുള്ള സാധ്യത ഒരു ഘട്ടത്തിലും മുന്നണികൾ, അതായത് ഈ CPM കരുതിയിരുന്നില്ല. അവർ കരുതിയിരുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് കണക്കൂട്ടലിലൊക്കെ തന്നെ പാളുന്നു, അല്ലെങ്കിൽ BJPയുടെ കണക്കൂട്ടലിലൊക്കെ തകിടം മറച്ചുകൊണ്ടാണ് ചേലക്കരയിൽ യു ആർ പ്രദീപ് വിജയിച്ച് മുന്നോട്ട് പോകുന്നത്. അതായത് സർക്കാർ വിരുദ്ധമായിട്ടുള്ള നയങ്ങളുണ്ടായിരുന്നു, സർക്കാർ വിരുദ്ധത ഉണ്ടായിരുന്നു. അതിനെല്ലാം യു ആർ പ്രദീപിൻ്റെ വ്യക്തിപ്രഭാവം മറികടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചേലക്കരയിലെ ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരുപാട് വിവാദങ്ങൾ നമുക്കറിയാം. ഒരു പട്ടികജാതി വിവാദത്തിൽ നിന്നുള്ള മന്ത്രിയെ ഒഴിവാക്കിയെന്ന തരത്തിലേക്ക് പോലുള്ള വിവാദങ്ങളിലേക്ക് പോലും കാര്യങ്ങൾ പോയിരുന്നു. വികസനമില്ല, ചേലക്കര വികസന മുരടിപ്പിലേക്കാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ളൊരു പ്രചാരണങ്ങളിലേക്കായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയത്. പക്ഷേ അതിനെ എല്ലാം തന്നെ പൂർണ്ണമായും ചേലക്കരയിലെ ജനങ്ങൾ തള്ളിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റിസൾട്ട്, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം 9 പഞ്ചായത്തിലും യു ആർ പ്രദീപ് ലീഡ് ചെയ്തു. മുള്ളൂർക്കരയിൽ മാത്രമാണ് രമ്യ ഹരിദാസിന് ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാനായത്. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം രമ്യ ഹരിദാസിന് കാഴ്ചവെക്കാൻ സാധിച്ചു. മുമ്പെങ്ങുമില്ലാത്ത വിധം ചേലക്കരയിൽ UDF ചിട്ടയായ പ്രവർത്തനം നടത്തി, കൃത്യമായി സ്ക്വാഡ് പ്രവർത്തനം നടത്തി, കുടുംബയോഗങ്ങൾ നടത്തി, എല്ലാവിധ തയ്യാറെടുപ്പുകളും തെരഞ്ഞെടുപ്പിന് നടത്തി എന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷേ അതൊക്കെ എന്തെങ്കിലും ഫലം ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ചെയ്തോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക്, അത് തൊട്ടുമുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിലേക്ക് പോയാൽ അവിടെ നിന്നും 2,500-ലധികം വോട്ടിൻ്റെ കുറവ് വരുന്നതാണ് ഉണ്ടായത്. ചിട്ടയായ പ്രവർത്തനം ഉണ്ടായിരുന്നു, ശരിയാണ്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബൂത്ത് തലത്തിലേക്ക് പോകുന്നു, എല്ലാ ബൂത്തിലും തങ്ങൾക്ക് ആളുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും കോൺഗ്രസിൻ്റെ തിരിച്ചടിയായത് ഈ രമ്യ ഹരിദാസ് എന്ന സ്ഥാനാർത്ഥിയോട് കോൺഗ്രസിനകത്തെ ഒരു വിഭാഗത്തിന് വലിയൊരു എതിർപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പൊട്ടിത്തെറിയായിരുന്നു NK സുധീർ എന്ന സ്ഥാനാർത്ഥിത്വം. PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായി NK സുധീർ പ്രത്യക്ഷപ്പെട്ടതും ഒക്കെ തന്നെ അതിൻ്റെ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിരുന്നു. ആ ഒരു വിയോജിപ്പ് മണ്ഡലത്തിലുടനീളം ഉണ്ടായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ പഴയന്നൂരിൽ പോലും വലിയ രീതിയിൽ ഭൂരിപക്ഷം, അതായത് 800-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് യു ആർ പ്രദീപ് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവിടെ വലിയ രീതിയിൽ ശക്തി കേന്ദ്രം പഴയന്നൂർ എന്ന് പറയുന്നത്
ഒരു ഉറച്ച കോട്ട, കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ വിജയം ചേലക്കര ഇനി തങ്ങൾക്കില്ല എന്നുള്ളൊരു ബോധ്യം കോൺഗ്രസ് പ്രവർത്തകരിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് പോലും പഴയന്നൂരിൽ 800 വോട്ടിന്റെ ഭൂരിപക്ഷം UR പ്രദീപ് നേടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ഈ ഒരു സ്ഥാനാർത്ഥിയിൽ ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ UR പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം, UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം വളരെ വലുതാണ്. കാരണം 2016 അദ്ദേഹം MLA വിജയിച്ചതിന് ശേഷം വീണ്ടും കെ രാധാകൃഷ്ണനെ കൊണ്ടുവന്നതിലൊക്കെ തന്നെ ഒരു വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് രാധാകൃഷ്ണനെ UR പ്രദീപിനെ മാറ്റേണ്ടതില്ല എന്നുള്ളൊരു ചർച്ച പോലും ചേലക്കരയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്ത് വീണ്ടും പ്രദീപ് എത്തുമ്പോൾ പ്രദീപിനോടുള്ള ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, പ്രദീപിന്റെ ഒരു വ്യക്തിപ്രഭാവമുണ്ട്, പ്രദീപിന്റെ ഒരു സ്വീകാര്യത ഉണ്ട്. ആ സ്വീകാര്യത രമ്യ ഹരിദാസിന്റെ ആ ഒരു എതിർപ്പിന്റെ മുകളിലേക്ക് കയറുന്നപ്പോൾ അനായാസ വിജയത്തിലേക്ക് LDF കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ചേലക്കരയിലെ കണക്കുകളെല്ലാം